ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പുരാണങ്ങളിലുള്ള ഒരു ഡിഷാണ് കേട്ടോ. നമ്മുടെ സ്വന്തം ഇഞ്ചിപ്പുളി. ഇഞ്ചിപ്പുളിയിൽ ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളത് അല്ലേ? അപ്പോൾ വരരുചിയുടെ കാലം മുതൽ അല്ലേ, കേട്ടിട്ടില്ലേ പാട്ട് 12 മക്കളെ പെറ്റൊരമ്മ. ആ വരരുചിയുടെ കാലത്ത് വരരുചി പണ്ടൊരു ഇല്ലത്ത് ഒരു നമ്പൂരി അദ്ദേഹത്തിനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. അപ്പം വരരുചി അദ്ദേഹത്തിനോട് പറഞ്ഞു, നമ്പൂരിയോട് പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കാൻ വരാം, പക്ഷേ എനിക്ക് ചില ശീലങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കണമെങ്കിൽ എനിക്ക് 101 കൂട്ടം കറി വേണം. ഒപ്പം എനിക്ക് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് 4 ആൾ തിന്നണം, എന്നെ 4 ആൾ ചുമക്കാൻ വേണമെന്നൊക്കെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പക്ഷേ നമ്പൂരിയുടെ മകൾ വളരെ ബുദ്ധിമതിയായ ഒരു മകളായിരുന്നു. സോ ആൾ 101 കറിക്ക് സമമായ ഇഞ്ചിപ്പുളിയാണ് നമ്മൾ വരരുചിക്ക് വിളമ്പിയത്. ഒപ്പം 4 കൂട്ടം കൂട്ടി മുറുക്കാൻ, വെറ്റിലടയ്ക്ക, ചുണ്ണാമ്പ്, പുകല കൂട്ടി ഒന്ന് മുറുക്കി കിടക്കാൻ വിശാലമായൊരു കട്ടിൽ, 4 പേര് ചുമക്കാനൊരു കട്ടിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇഞ്ചിപ്പുളിയെ സംബന്ധിക്കുന്ന കഥ. എല്ലാവരും കേട്ട് കാണും അല്ലേ? അപ്പം ഈ പ്രാവശ്യം ഇഞ്ചിപ്പുളി ഉണ്ടാക്കുന്ന വീഡിയോയിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഇഞ്ചിപ്പുളിയിൽ ഇഞ്ചി വറുത്ത് പൊടിച്ചും ചേർക്കും, ഇഞ്ചി പച്ചയ്ക്ക് അരച്ചും ചേർക്കും. 2 രീതിയിലാണ് ഞാൻ ഇഞ്ചി ചേർക്കുന്നത്. ഒപ്പം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുരുമുളക് ക്രഷ് ചെയ്തതും കുറച്ച് കായവും ഒക്കെയാണ് നമ്മളതിൻ്റെ അകത്ത് ചേർക്കുന്ന മസാലപ്പൊടികൾ. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, പുളിവെള്ളവും പുളി നല്ല പിഴിഞ്ഞ ചാറും ശർക്കര പാനിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചുവന്ന മുളകും കടുക് പൊട്ടിച്ച് ഉലുവ പൊട്ടിച്ച് അങ്ങനെ വളരെ ഗംഭീരമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇഞ്ചിപ്പുളി ഉണ്ടാക്കുക. പിന്നെ എൻ്റെ സ്വന്തം രീതിയിൽ ഞാൻ ചെയ്യുന്ന ചെറിയ ആടുകളുണ്ട്. അതിൽ ഒന്ന്, ഞാനിത്തിരി മല്ലിച്ചപ്പ് ചേർക്കും കേട്ടോ. ഞാനിത്തിരി മല്ലിച്ചപ്പ് ചേർക്കും, ഇത്തിരി പുതിന ചേർക്കും. അതൊക്കെ ഒരു അഡീഷണലായിട്ടൊരു ചെറിയ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം ചേർക്കാറുണ്ട്. പിന്നെ ആരോട് പറയാത്ത സീക്രട്ടായിട്ട് ചേർക്കുന്നൊരു സാധനമുണ്ട്. അത് ഇത് കഴിക്കാൻ വേണ്ടി നേരിട്ട് വരുന്നവരോട് പറയാം കേട്ടോ. അപ്പം ഇഞ്ചിപ്പുളി കഴിക്കാനായിട്ട് നേരെ ഗോൾഫ് വാലി റിസോർട്ടിലേക്ക് പോരെ. നമ്മൾ വയനാട്ടിലാണുള്ളത്, വയനാട് ഗോൾഫ് വാലി റിസോർട്ടിലാണുള്ളത്. എല്ലാവരെയും ഓണത്തിന് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഡേ ഔട്ട് പാക്കേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ റേറ്റിൽ എല്ലാവർക്കും വന്ന് ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്ത് സദ്യ കഴിച്ച് വൈകുന്നേരം തിരിച്ചു പോകുന്ന പാക്കേജുകൾ. ഓക്കെ, അപ്പോൾ ഇഞ്ചിപ്പുളി മറക്കണ്ട. റെസിപ്പി വേണ്ടവരൊക്കെ പേഴ്സണലി ഒന്ന് DM ചെയ്തോട്ടോ. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ, ഒപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. കൂടുതൽ ഒന്ന് ഫോളോ ചെയ്യാനും കൂടി ഓർക്കൂ. എന്തൊരു സന്തോഷമുണ്ട്. റെസിപ്പി വേണ്ടവരോട് പ്രത്യേകം എൻ്റെ ഫോൺ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ഇട്ടാൽ കൃത്യമായിട്ട് അയച്ചു തരാം കേട്ടോ. ഓണസദ്യയുടെ മെനു ഒക്കെ ഇവിടെയുണ്ട്. എല്ലാവർക്കും താങ്ക് യു.